ഇന്ത്യ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുന്നത്. അഭിലാഷ, ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴും ഇന്ത്യ മറുത്തൊന്നും പ്രകോപനപരം അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന തരത്തിലൊന്നും പറയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്കറിയാം, നേരത്തെ KP അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനം എന്നതിനപ്പുറം പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭീകരവാദത്തിന്റെ വേരുകൾ അറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 20ഓളം ഇത്തരത്തിലുള്ള ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ, താവളങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. അതിൽ 9 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്നലെ ആക്രമിച്ചത്. അതിന് എന്തുകൊണ്ട് ആ 9 കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് ഇന്ത്യക്ക് വ്യക്തമായ കണക്കുകൂട്ടലുണ്ട്, ഉത്തരമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ജനത ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു കാര്യം, അതായത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അനാവശ്യമായി ഒരു പ്രകോപനത്തിനോ യുദ്ധത്തിനോ ഒന്നും ഇന്ത്യ പുറപ്പെടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള ഭീകര താവളങ്ങൾ കൂടി ഇന്ത്യ ലക്ഷ്യം വെക്കുമോ? അതുകൂടി തകർക്കാനുള്ള നീക്കവുമായി, ഓപ്പറേഷനുമായി, സർജിക്കൽ സ്ട്രൈക്കുമായി ഇന്ത്യ മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ, തിരക്കിട്ട ചർച്ചകൾ, അതിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ടോ? മാത്രമല്ല, ഇന്ത്യ നേരത്തെ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, പ്രകോപനം നടത്തിയാൽ, പ്രകോപനപരമായ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ, അങ്ങനെ തിരിച്ചടിക്കുകയാണെങ്കിൽ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് അപ്പുറം സൈനിക താവളങ്ങൾ കൂടി ഇന്ത്യ ആക്രമിക്കില്ലേ? ആര്യ, ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, പഹൽഗാമിലെ ഭീകരാക്രമണത്തോടുകൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മനസ്സിലാക്കുന്നു. അതായത് സാധാരണ നിലയിൽ ഈ ഭീകരാക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് സൈന്യത്തിന് നേരെ ആണ്. ഇന്നലെ ഇന്ത്യൻ സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളടക്കം പങ്കുവെക്കുകയും അതിന് ഞങ്ങൾ നൽകുന്ന മറുപടിയാണ് ഈ 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഒപ്പം നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ ഈ സമയത്ത് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നത് ആ 2 രാജ്യങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, സാമ്പത്തികമായി, സാമൂഹികമായി ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്, അതോടൊപ്പം തന്നെ സൈനിക ശക്തിയുമാണ്. നിരവധി വിദേശ നിക്ഷേപം അടക്കം ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ യുദ്ധമുനയിൽ നിൽക്കുമ്പോൾ പോലും ബ്രിട്ടനുമായി വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കരാറുകളിൽ പോലും ഏർപ്പെടാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയെ തീർച്ചയായും ഈ യുദ്ധം എന്നത് ഒരു പരിധി വരെയെങ്കിലും പ്രതികൂലമായി ബാധിക്കും എന്ന ഉത്തമ ബോധ്യം ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ പോലെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു രാജ്യത്തെ പോലെ വളരെ പെട്ടെന്ന് ഒരു സൈനിക നടപടിക്ക് മുതിരാതിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇവിടെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്, പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്നതാണ്. അതുമാത്രവുമല്ല, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം റോ അടക്കം NIA അടക്കം കൃത്യമായ മാപ്പ് തയ്യാറാക്കി എവിടെയൊക്കെയാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ എന്നത് സംബന്ധിച്ച് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ 20ലധികം കേന്ദ്രങ്ങൾ സ്പോട്ട് ചെയ്യുമ്പോൾ അതിൽ ചില കേന്ദ്രങ്ങൾ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹാഫിസ് സെയ്ദ് അടക്കമുള്ളവരുടെ കേന്ദ്രങ്ങൾ എന്നത് ജനവാസ മേഖലകളിൽ ആണ്. അതായത് ഇന്നലെ ജെയ്ഷെ മുഹമ്മദിന്റെ തറവാട് എന്ന് തന്നെ പറയാവുന്ന മർക്കസിൽ ആക്രമണം നടത്തുമ്പോൾ മർക്കസ് സുബാനല്ല എന്നത് ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള അധികം ജനസഞ്ചയം ഉള്ള ഒരു മേഖലയല്ല. അത് കൃത്യമായ ഒരു തീവ്രവാദ പരിശീലന ക്യാമ്പാണ്. 80 ഏക്കറിൽ അധികം വിസ്തൃതിയുള്ള ഭൂപ്രദേശമാണ്. അവിടെ എല്ലാ ലക്ഷറി സൗകര്യങ്ങളോടും കൂടിയ കെട്ടിട സമുച്ചയം ആണ് ഉള്ളത്. അവിടെ സാധാരണക്കാരായ ആളുകൾ അല്ല, മറിച്ച് കൃത്യമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന്, ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് പരിശീലനം നേടുന്ന ആളുകൾ മാത്രം തമ്പടിക്കുന്ന മേഖലയാണ്. പക്ഷെ മറ്റു പല കേന്ദ്രങ്ങളും അത്തരത്തിലല്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഹാഫിസ് സയ്യിദ് ജയിലിലാണ് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അത് ജയിലല്ല, ഈ ഹാഫിസ് സയ്യിദിന്റെ വസതിയാണ്. അവിടെ എല്ലാ സുഖലോലുപതിയോടും കൂടി ആണ് ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള ഭീകരവാദികൾ അധിവസിക്കുന്നത് എന്ന് മാത്രവുമല്ല, അവർക്ക് സുരക്ഷയൊരുക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്, അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് ആക്രമണം നടത്തുക എന്നത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് സാധിക്കുന്ന ഒന്നല്ല. അതിന് കാരണം ഇന്ത്യയുടെ ദൗർബല്യമല്ല, ഇന്ത്യയുടെ പ്രഹരശേഷി കുറവ് എന്നതല്ല, മറിച്ച് പാകിസ്ഥാനിലെ
നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആയ ആളുകൾ നിമിഷം കൊണ്ട് ചാമ്പലായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇന്ത്യ ഈ ആക്രമണത്തിന്, അതായത് 9 ഇടങ്ങളിൽ 21 തവണ ആക്രമണം നടത്തിയപ്പോൾ ഉപയോഗിച്ച ആയുധത്തിന്റെ പ്രഹരശേഷി അടക്കം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അത് അതിവ്യാപന ശേഷിയുള്ളതല്ല. സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ ഒരു സർജറി നടത്തുക, നമുക്കറിയാമല്ലോ ആര്യ, ഒരു സർജറി നടത്തുമ്പോൾ എവിടെയാണോ കേടുപാടുകൾ ഉള്ളത് അവിടെ മാത്രമാണ് സർജറിയിലൂടെ പരിഹരിക്കുക. ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യ നടത്തിയത് എന്നുള്ളതാണ്. കൃത്യമായി തീവ്രവാദ കേന്ദ്രം എവിടെയാണോ അവിടെ മാത്രം. പക്ഷേ പാകിസ്ഥാനിലെ പല തീവ്രവാദ കേന്ദ്രങ്ങളും അങ്ങനെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലല്ല എന്നതുകൊണ്ട് തന്നെയാണ് വലിയ ആക്രമണത്തിലേക്ക് പോകാത്തത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടി ഉറപ്പാണ്. അവിടെ നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയ ഒസാമ ബിൻ ലാദനെ എത്രയോ വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ആണ് അബോട്ടാബാദ് എന്ന് പറയുന്ന ഒളി സങ്കേതത്തിൽ അമേരിക്കൻ സൈന്യം ഇരച്ചെത്തി വധിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ ഈ തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അല്ല എങ്കിൽ വലിയ തോതിലുള്ള കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഇന്ത്യൻ സൈന്യം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലടക്കം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ്. പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം സാധാരണക്കാരായ ആളുകളെ മറയാക്കിക്കൊണ്ട് അവരെ പ്രതിരോധ കവചമാക്കി മാറ്റിക്കൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണത്തിന് മുതിർന്ന ആയിരക്കണക്കിന് നിരപരാധികളായ പാകിസ്ഥാനികൾക്കും ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് അത്തരത്തിലല്ല ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. മറിച്ച് തീവ്രവാദികളായിട്ടുള്ളവരെ, ഭീകരവാദികളായിട്ടുള്ളവരെ മാത്രം നാമാവശേഷമാക്കുക എന്ന ഒരു ലക്ഷ്യം ആണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ശേഷിയുള്ള സൈന്യവും അതിന് ശേഷിയുള്ള രഹസ്യാന്വേഷണ വിഭാഗവും തന്നെയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അത്തരം നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താൻ പോകുന്ന ആക്രമണം എന്നതൊക്കെ ഏറ്റവും ഒടുവിൽ ഇന്ത്യ നടത്താൻ പോകുന്ന, അല്ലെങ്കിൽ സഹി കെടുമ്പോൾ മാത്രം ചെയ്യാൻ പോകുന്ന ഒരു നീക്കമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ പരിഗണന എന്നത് അതിർത്തി മേഖലകളെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ നിയന്ത്രണ രേഖ, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര അതിർത്തി രേഖകളെ, അതിർത്തി ലൈനുകളെ വളരെ കൃത്യമായി സുരക്ഷിതമാക്കുക, അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുക എന്നുള്ളതാണ്. ചില ജാഗ്രതാ നിർദ്ദേശങ്ങളും അവിടെയുള്ള ജനങ്ങൾ ഈ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അമിത്ഷാ ഇന്നലെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവിടെ ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മുന്നൊരുക്കങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആര്യ, വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നത് പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ ഒരു സൈനിക നീക്കത്തിന് ഒരുങ്ങുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയുന്നത്ര സുരക്ഷിതമായ താവളം ഒരുക്കുവാനാണ് ഇന്ത്യ ശ്രദ്ധിക്കുക. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്ന് എന്നില്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയത് ഇന്നലെ മാത്രമാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആക്രമണം ഉണ്ടാകും, 24 മണിക്കൂറിനകം, 36 മണിക്കൂറിനകം എന്നൊക്കെ പാകിസ്ഥാനിലെ മന്ത്രിമാർ ആവർത്തിച്ച് പറയുമ്പോൾ പോലും അവർക്ക് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ എന്നത് ആവശ്യമില്ല. മാത്രവുമല്ല, ആവർത്തിച്ച് പറയേണ്ടത്, കൂടുതൽ പാകിസ്ഥാൻ സ്വദേശികൾ കൊല്ലപ്പെടുക, ഇന്ത്യയുടെ ആക്രമണത്തിൽ മരിക്കുക, അതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അപ്പോൾ മാത്രമാണ് അവിടെ വിഘടിതമായി നിൽക്കുന്ന പാകിസ്ഥാനിലെ ജനതയെ, സർക്കാരിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ സൈന്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള പാക് ജനതയെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ വളരെ കൃത്യമായി നേരത്തെ തന്നെ അതിർത്തി മേഖലകളിൽ ഉള്ളവരോട് ബങ്കറുകൾ തയ്യാറാക്കുക, അതായത് വളരെ അപൂർവമായി മാത്രമേ നമ്മൾ ഒരു പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷ സമയത്തൊക്കെ പലപ്പോഴും സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആളുകൾ സുരക്ഷിതമായി വീടുകൾക്കുള്ളിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇന്നലെ രാജ്യമെമ്പാടും നടത്തിയ മോക്ക് ഡ്രില്ലിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. നമ്മളെ അതിനുവേണ്ടി സജ്ജരാക്കുകയായിരുന്നു ചെയ്തിരുന്നത്.